ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് മീൻമുട്ട കിട്ടിയിട്ടുണ്ട്. സൂദാനായിരുന്നു കേട്ടോ മീൻ. അപ്പോൾ നമ്മൾ കറി വെക്കാനും വറക്കാനൊക്കെ ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കറിക്കുള്ള പരിപാടി നോക്കാം കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഉലുവിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ സവാള, തക്കാളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണത്തെ പോലെ തന്നെയാണ് കറി വെക്കുന്നത്. പിന്നെ നമ്മൾ വറക്കാനുള്ളതൊക്കെ നമ്മളിതാ ഒന്ന് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻമുട്ട അതും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതും ഒന്ന് നന്നായിട്ട് പൊനച്ച് വെച്ചു. അപ്പോഴേക്കും നമ്മൾ കറിക്കുള്ള പരിപാടിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. പുളി ഒഴിച്ചു, പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു, നമ്മൾ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് കേട്ടോ. പുളി ഞാൻ കുടംപുളി അല്ല കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്, സാധാരണ പുളി തന്നെയാണ്. പുളി പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു കായപ്പേരി കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ കായ ഞാൻ ഓൾറെഡി കുക്കറിൽ വേഗം വേവിച്ചെടുത്തിട്ടോ. സാധാരണ ഞാൻ ചിലപ്പോൾ കുക്കറിലിട്ട് വേവിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വേഗം ആയതുകൊണ്ട്, കുറച്ച് എമർജൻസി ആയതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ അതൊന്ന് വറുത്തിട്ടു. അപ്പോഴേക്കും നമ്മൾ മീൻ ഫ്രൈ അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പൊനച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐറ്റംസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ബിസി കൂടിയാണ്, കാരണം നമുക്കൊന്ന് വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ പണിക്കാർക്ക് നമുക്ക് ഫുഡൊന്നും കൊടുക്കണ്ട കേട്ടോ. അവർ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ 2 നേരം നമ്മൾ ചായയും പലഹാരവും അങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഫ്രൈ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കറി അവിടെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു. കുറച്ച് കറിവേപ്പില കൂടി തൂവി കൊടുത്തു. ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചു, സെറ്റാക്കി. പിന്നെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ചു. പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തു, അതും മാറ്റി. പിന്നെ ഫൈനലി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മളെ മീൻമുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മീൻ വറുത്ത പാനിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അത് കുറച്ചൊക്കെ പൊടിഞ്ഞ് വരും കേട്ടോ, മീൻമുട്ട അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പം നമ്മളെ ഇന്നത്തെ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻ കറി, പിന്നെ മീൻമുട്ട ഫ്രൈ, മീൻ ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മളെ കായപ്പേരി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് നമുക്ക് ലഞ്ചിനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളിതാ പാത്രത്തിലൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പപ്പടവും പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും കൂടിയും എക്സ്ട്രാ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ ലഞ്ച് ഐറ്റംസ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ലഞ്ച് ആൻഡ് ഹാപ്പി ഡേ. ബായ്.